ഞാനിത് എഴുതിയപ്പം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, പാടി കഴിഞ്ഞപ്പോ വിഷമമൊക്കെ പോയി. ബിക്കോസ് പിന്നെ പാട്ടിലാണല്ലോ ശ്രദ്ധിക്കുന്നത്. പോണാൽ പോകട്ടും പോടാൻ. മാത്രല്ല ഇതുപോലുള്ള ഇൻസ്പിറേഷണൽ ഒരു ടീച്ചർ ഗുരുവിന്റെ മകളായിട്ട് 7 മാസം ഒന്നും ഹാങ് ഓവർ. But I'll tell you something. ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട് ആവട്ടെ, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി തെറ്റിപ്പിരിയാം, ലൈഫിൽ വന്നു പോകുന്ന എല്ലാവരും നമ്മളെ ഒരു നല്ല കാര്യം പഠിപ്പിക്കും. ഐ എം നോട്ട് സേയിങ് whoever was in my relationship എന്നെ ഭയങ്കര ലെസൺസ് പഠിപ്പിച്ചു തന്നിട്ട് തന്നെയാണ് അദ്ദേഹം എൻ്റെ ലൈഫിൽ നിന്നും പോയത്. സോ ഐ ഹാവ് നോ, ഇപ്പോഴും അദ്ദേഹത്തിന് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഹലോ ഹായ് എന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഒരിക്കൽ അത് പാടില്ലാന്ന് ഡാഡി എന്നെ പഠിപ്പിച്ചാണ്. ഡാഡി എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എന്റെ മോൻ കണ്ട അറിയാലോ, ഇഞ്ചി തിന്ന അണ്ണാനെപ്പോലെയാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. വർക്ക് വരും, എനിക്ക് ചില വർക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഡാഡിക്ക് മനസ്സിലായി എന്തോ ഉണ്ട്, പക്ഷെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. യൂഷ്വലി ഡാഡി ആയിട്ടൊന്നും വന്ന് ഇങ്ങോട്ട് ചോദിക്കില്ല, ഞാനായിട്ട് തന്നെ പറയണം. പക്ഷെ ഈ ഒരു കാര്യം ഡാഡി റൂമിലേക്ക് ഒരു 2 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. പടം വരയ്ക്കുക, കരയുക, അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഡാഡി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, സേറ ഹൽവ നല്ലതാണ്, മത്തിക്കറി നല്ലതാണ്, രണ്ടും ചിലപ്പം ചേരില്ല, അതാണ് നിനക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നീ ഹൽവേനെ വെറുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് he gave me a good class. He said you should be friends with that person. വഴക്കുണ്ടാക്കണ്ട, be friendly, ദേഷ്യപ്പെടരുത്, അങ്ങനെ അതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് എ ഗുഡ് ലെസൺ. ഒരു ഇൽവില്ല ഇപ്പൊ നോ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മോളെ കിട്ടിയത് ചെറിയ കാര്യമല്ല. അതെ, അല്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാവരും പഠിക്കണം എന്ന് ആവശ്യമില്ല. കാരണം if somebody, see, we take a class for a large audience, maybe only 5 people will pick it up. ഈ അനുഭവം യഥാർത്ഥത്തിൽ പേളിക്ക് വേണ്ടിയിരുന്നു അല്ലേ? വേണം. അതെ, വളർന്ന് കുറെ മേലെ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവള്, ഷീ വാണ്ട്സ് ടു ബി ഓൺലി ഇൻ ദ മീഡിയ in a big way, which I didn't want to disclose now, and she is focused in that area. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഇതൊക്കെ കടന്നു പോയാലേ അവിടെ എത്താൻ പറ്റില്ല എന്നറിയാം. ഹിമാലയ കാരണമെങ്കിൽ ഇവിടെയെല്ലാം കടന്നു പോകണം നമുക്കറിയാമല്ലോ. ഇവൾക്ക് ആ പ്രണയ നൈരാശ്യം വേണ്ടിയിരുന്നു. എന്താ കാരണം കുറച്ചുകൂടെ കരുത്തായി എമർജ് ചെയ്യാൻ വേണ്ടി. മാത്രമല്ല, ഇപ്പം എന്നെ കുറെ പേര് മെസ്സേജ് ചെയ്യും, എന്തുകൊണ്ടാണെന്നറിയില്ല, അഡ്വൈസ് ചോദിച്ചിട്ട് എന്നെ കുറെ പേര് കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. സോ പണ്ടൊക്കെ ഇത് എങ്ങനെയാണ് ലവ് ഫെയിലിയർ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഇമാജിനറി ആയിട്ടൊരു ആൻസറാണ് കൊടുക്കുക. ഇപ്പൊ ഞാൻ മനസ്സിന്നാണ് അവർക്ക് ഉത്തരം കൊടുക്കുന്നത്. ഞാൻ പറയും just be positive. ഞാൻ ചെയ്ത കാര്യമല്ലേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ anybody can do it, because I don't think I am very strong. ഞാൻ ഒരു നോർമൽ ഗേൾ പോലത്തെ ഒരു ഗേളാണ്. എനിക്കും ഉണ്ട് സങ്കടങ്ങൾ. ഞാനൊരു സാധാരണ സിനിമ കണ്ടിട്ട് കരയുന്ന ഒരാളാണ്. പെട്ടെന്ന് കരയും ഞാൻ. കരച്ചിലും ചിരിക്കുന്നതൊക്കെ ഒരുമിച്ചായിരിക്കും. സോ ഇമോഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കണേ. ആൻഡ് ഐ തിങ്ക് ദേഷ്യം, സങ്കടം, ഇതൊക്കെ കുറച്ചൊക്കെ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരു കാര്യമില്ല, നമുക്കുള്ള മനസ്സിലെ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നതിന് എന്താ കുഴപ്പം?